ഗൈസ്, വെൽക്കം ടു യോലോ. ഫേസ് കുറച്ച് ടയേർഡാണ്. ഞാൻ രാവിലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കല്യാണത്തിനൊക്കെ പോയി, പിന്നെ അതിന് ശേഷം ഹോസ്പിറ്റലൊക്കെ പോയി തിരിച്ച് വന്ന് ഇനിയിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി ഒരു ടോപ്പിക് വീഡിയോ എടുക്കാമെന്ന്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണ്ടേ. അത് ഞാൻ കരുതി വേണ്ട, സംസാരിക്കേണ്ട, ബിക്കോസ് ഈ ടോപ്പിക്ക് സംസാരിച്ചാൽ തീരെ റെഡി ആവില്ല എന്ന് കരുതി. അത് കഴിഞ്ഞ് ഞാൻ ഇവരുടെ വീഡിയോസൊക്കെ കണ്ട സമയത്ത് ഞാൻ കരുതി ഞാൻ സംസാരിക്കാത്ത എന്തായാലും നന്നായി. വീഡിയോ അവർ തന്നെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണല്ലോ ഈ കേസ് ഡീൽ ചെയ്തതെന്ന് കരുതി. പക്ഷെ മൂന്നാമത്തെ ദിവസം വീഡിയോ കണ്ട സമയത്ത് ഐ തോട്ട് ലൈക്ക് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി. സോ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഉപ്പും മുളക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലീനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ ആ ഫാമിലീനെ കുറിച്ചിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, ആ കേസിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആരെങ്കിലും യൂട്യൂബിൽ വ്ളോഗ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം, കേസും കാര്യങ്ങളും എന്താണെന്നൊക്കെ നോക്കാം. കാരണം അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല, അത് വേണ്ട. പക്ഷേ ഞാൻ അവരുടെ ഒരു കറണ്ട് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ പിന്നെ അവരുടെ വ്ളോഗ് കാണലുണ്ട്, എനിക്ക് അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പം ഐ വോണ്ട് ടു സേ സംതിങ് ടു ദം. അവരോട് എന്നല്ല, ടു ഓൾ ദി ഫാമിലി വ്ളോഗേഴ്സ്. കാരണം ഈ ഫാമിലി വ്ളോഗിങ് എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടം. ഞാനും യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനം ഫാമിലി വ്ളോഗിങ് ആണ്. കാരണം നല്ല രസമാണ് നമുക്ക് വീഡിയോസ് കാണാൻ, ഓരോ വീട്, അവരുടെ ലൈഫ്, ഫാമിലി, എങ്ങനെ, എന്തൊക്കെ ഫുഡ്, എല്ലാം കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈവൻ എനിക്കും ഭയങ്കര താല്പര്യമുള്ളതാണ് ഫാമിലി വ്ളോഗിങ്. പക്ഷേ ഈ ഫാമിലി വ്ളോഗിങ്ങിൻ്റെ ഭയങ്കര ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയൻ്റെ ഭയങ്കര ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫാമിലി വ്ളോഗർ എന്ന നിലയിൽ നമ്മളുടെ ഫാമിലിയത്തെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ വീഡിയോ കൂടെ കാണിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണാണ്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഒരുപാട് പേര് കുറ്റം പറയും, അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ കുറിച്ചിട്ട് അവർക്ക് തോന്നുന്ന കുറേ ജഡ്ജിമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ നമ്മളെ പറ്റി ഇങ്ങനെ പറയാൻ തുടങ്ങും. അത് ഈ ഫാമിലി വീഡിയോസ് ഇടുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ വീഡിയോസിന് താഴെയുള്ള കമൻ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. ഫാമിലി വ്ളോഗേഴ്സ് ആണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കുക, പബ്ലിക് ആക്കി ഇടേണ്ട കാര്യങ്ങൾ പബ്ലിക് ആക്കി ഇടുക. ആദ്യം ഒരു വ്ളോഗർ എന്ന നിലയിൽ നമുക്ക് തന്നെ ഒരു സെൻസ് ഉണ്ടാവണം, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് പബ്ലിക്കിൽ കാണിക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് പ്രൈവറ്റ് ആക്കി വെക്കണം. അങ്ങനെ വെക്കാത്ത രീതിയിൽ നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോ ബേസ് ചെയ്തിട്ട് കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും നെഗറ്റീവ് കമൻസും റിയാക്ഷൻ വീഡിയോസ് ഒക്കെ വരും. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ലൈക്ക് സഹിക്കാൻ തയ്യാറല്ലാത്ത കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഡോണ്ട് ട്രൈ ടു ഡു ഓൾ ദിസ് തിങ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആൻസർ ചെയ്യണോ ആൻസർ ചെയ്യണ്ടേ എന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻ പാടില്ല എന്ന് പറയാൻ നമ്മൾ പാടില്ല. ഇറ്റ്സ് എ ഫസ്റ്റ് തിങ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ്, ചിലപ്പോൾ നമ്മൾ വളരെ ഫാമിലി വ്ളോഗിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഫാമിലിയിൽ ഇടും. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്തൊക്കെ നമ്മുടെ ഫാമിലിയും നമ്മളും തമ്മിലുള്ള ബന്ധം വളരെ പോസിറ്റീവായിട്ടായിരിക്കും പോവുക. പിന്നെ കുറച്ച് കഴിയുന്ന സമയത്താണ് നമ്മുടെ ആ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഫോളോവേഴ്സോ അല്ലെങ്കിൽ നമ്മളുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിനോ ഒക്കെ നമ്മളോട് ചോദിക്കും, ഓഫ് കോഴ്സ്. കാരണം കുറേ കാലമായിട്ട് അവർ കാണുന്ന വീഡിയോ അതാണ്. അപ്പം അതിന് ഓപ്പോസിറ്റായി വരുന്ന സമയത്ത് അവർ ചോദിക്കും. അപ്പം വി ക്യാൻ ഡിസൈഡ് നമ്മൾ ഉത്തരം പറയണോ പറയണ്ടേ എന്നുള്ളത്. പറയണ്ട എന്നാണ് നമ്മളുടെ തീരുമാനമെങ്കിൽ ഒരാൾക്കും നമ്മളുടെ വായ കുത്തി തുറന്ന് ഉത്തരം പുറത്ത് പറയിപ്പിക്കാൻ പറ്റില്ല. ഒരാൾക്കെന്ന് വെച്ചാൽ ഒരാൾക്കും പറ്റില്ല. നിങ്ങൾ പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ആരൊക്കെ ഏതൊക്കെ സൈഡിൽ നിന്ന്, അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളുടെ പേഴ്സണലി വെക്കേണ്ട ഫാമിലിത്തെ കാര്യങ്ങളൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കേണ്ട ഭാഗമായിട്ടോ നമ്മൾ പുറത്ത് പറയാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. കാരണം പറഞ്ഞാൽ നമ്മൾ വളരെ പേഴ്സണലായി വെക്കുന്ന സാധനങ്ങൾ വീണ്ടും പബ്ലിക് എടുത്ത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ് വീണ്ടും കമൻ്റ് ഇട്ടിട്ട് വീണ്ടും യുദ്ധം നടത്തി വീണ്ടും റിയാക്ഷൻ വീഡിയോസ് വരും. ആൻഡ് തേർഡ് തിങ്, നമ്മൾ റിയാക്ഷൻ വീഡിയോസ്, ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ ഈ ലോകത്ത് എല്ലാവർക്കും ഉണ്ടല്ലോ.
അപ്പം ചില വിഷയങ്ങളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് സംസാരിക്കണം തോന്നുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇതിങ്ങനെ മറിയും. ഇപ്പം എൻ്റെ ചാനലിൽ തന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ 5-6 വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും റീച്ച് കയറിയത് ഒരു ഫേമസ് യൂട്യൂബറുടെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ സംസാരിച്ചതാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ അവരവരുടെ ലൈഫായി പോകുന്നു, ഞാൻ എൻ്റെ ലൈഫായി പോകുന്നു. എൻ്റെ റിയാക്ഷൻ വീഡിയോസോ അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചതോ ആരും കാണുന്നൊന്നുമില്ല. സോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ അത് ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. ആ മൊമെൻറ്റ് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരും പബ്ലിക്കും ഒക്കെ ഈ ടോപ്പിക്ക് വിടും. ഇതിങ്ങനെ മാറി ഓരോ ദിവസവും ഇപ്പം 2025 തുടങ്ങിയതിന് ശേഷം ക്രൈംസിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. അപ്പം നമ്മളുടെ ഈ കാര്യം ആരും ഓർത്ത് നിൽക്കില്ല. പക്ഷെ നമ്മൾ ആരുടെയൊക്കെയോ മുമ്പിൽ ക്ലാരിഫിക്കേഷൻസ് കൊടുക്കണം, എൻ്റെ സത്യാവസ്ഥ അവരെ അറിയിക്കണം എന്നതിൻ്റെ പേരിൽ നമ്മൾ പലതും പറയുമ്പം പബ്ലിക്കിന് ഇത് വെറും കഥയാണ്, കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു പരദൂഷണമാണ്. അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബേസിക്കലി എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. യൂട്യൂബ് ആസ് എ പാർട്ട് ഓഫ് ലൈഫാണ്. അപ്പം ഞാനൊക്കെ യൂട്യൂബിൽ പാഷൻ കൊള്ളുന്ന ഒരാളാണ്. എനിക്ക് ഇങ്ങനെ വ്ളോഗിങ്, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ എൻ്റെ കുഞ്ഞു പ്രായം തൊട്ടിട്ട് എൻ്റെ അമ്മേനോടോ അച്ഛനോടോ ഏട്ടനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർ പറയും അവൾ പല്ല് തേക്കുന്ന സമയത്ത് വരെ ഇങ്ങനെ സംസാരിച്ച് വീഡിയോസ് എടുക്കുന്നതാണ്. നമ്മുടെ എത്ര പാഷൻ്റെ പുറത്താണെങ്കിലും നമ്മൾ എല്ലാ സാധനത്തിലും വെക്കേണ്ട ഒരു അതിർവരമ്പുണ്ട്. അത് കടന്ന് അതിലോട്ട് വരാൻ പാടില്ല. അതിനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. ഈ യൂട്യൂബ് ഇപ്പോൾ ഒരു ദിവസം ഈ ആപ്പ് ബാൻ ചെയ്ത് അവിടെ തീരാവുന്നതേ ഉള്ളൂ. ബാൻ ചെയ്യുമൊന്നുമില്ല എന്നാലും ഞാൻ പറയാം, ബാൻ ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിനപ്പുറമാണ് നമ്മളുടെ ജീവിതം, നമ്മളുടെ കുടുംബം, നമ്മളുടെ പ്രൈവസി എന്ന് പറയുന്നത്. അതിലോട്ട് കടക്കുന്ന രീതിയിൽ നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കാൻ ശ്രമിക്കണം എന്നാണ് ഐ ഹാവ് ടു സേ ടു ഓൾ ദ ഫാമിലി വ്ളോഗേഴ്സ്, നോട്ട് ടു ദ ഓൾ ഫാമിലി വ്ളോഗേഴ്സ്, ടു മീ ഓൾസോ. ഓക്കെ.